ചേട്ടൻ്റെ? രജിലാൽ. എന്താണ് ആട്ടോ സ്റ്റാൻഡിൽ കയറി ഇങ്ങനെ ഒരു പണി കാണിച്ചു വെച്ചത്? എന്താണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തത്? ചൂട് സമയത്ത് നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെ വെള്ളം കൊണ്ടുവരും. അപ്പം ഞങ്ങൾ വിചാരിച്ച് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുറത്തിനകത്ത് വെള്ളം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കുടിക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവച്ചതാണ്. അങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെക്കാളും കൂടുതൽ സ്കൂൾ കുട്ടികൾ പിന്നെ അങ്ങനെ കാണുന്നവർക്കെല്ലാം ഒരു കൗതുകം പോലെ വെള്ളം കുടിച്ചിട്ട്. ചേട്ടൻ ആദ്യം ഈ കലം കൊണ്ട് മാത്രമാണ് ഇവിടെ വെച്ചപ്പം? അല്ല, നമ്മൾ കൊണ്ടുവന്ന് വെക്കാൻ നേരത്തെ നമ്മൾ തോന്നിയതാണ്. എങ്കിൽ പിന്നെ ഒരു ആട്ടോടെ ഷേപ്പ് നമ്മൾ വെക്കുന്നതായിട്ട് അറിയണ്ടേ? ആട്ടോ വെക്കുമ്പോൾ ആട്ടോയുടെ ഒരു ഷേപ്പിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ആ പൈപ്പൊക്കെ വെച്ചാൽ ലൈറ്റിന്റെ ആകൃതി കിട്ടുമെന്ന് അങ്ങനെ തോന്നി മനസ്സിലായി. ഒരു ഷേപ്പ് കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ ഒരു കുടം എടുത്ത് വെച്ചിട്ട് ചിന്തിച്ച് ഇരുന്നോ ഒത്തിരി നേരം? കുറച്ചു നേരം നോക്കി. ഇതിനകത്ത് കുറച്ച് വേറൊരു ഇതുണ്ടായിരുന്നു. ആദ്യം മൽഗാടൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാർ പിടിച്ച് അതിന്റെ ഇതൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ ടാപ്പ് വേറെ എക്സ്ട്രാ വെച്ചതാ. ടാപ്പ് എക്സ്ട്രാ വെച്ചതാ? മൽഗാടും അതിന്റെ വീലും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ ആൾക്കാർക്ക് അറിയാം ഒരു കുട്ടി ഓട്ടോറിക്ഷ ഇവിടെ ഉള്ളവരും അറിയാം. എന്തായാലും വളരെ കൗതുകകരമായ ഒരു കാര്യമായിപ്പോയി. ചേട്ടൻ്റെ പേരെന്തോ? രജിലാൽ. കലാകാരനല്ലേ? വരയ്ക്കും. പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. ഡിപ്ലോമ ഡ്രോയിങ് പഠിച്ചിട്ടുണ്ടോ? വീട് അത് വേറെ ഒരു കുടം കണ്ടിട്ട് ചെറുതാണെന്ന് വിചാരിക്കണ്ട. 10 ലിറ്റർ വെള്ളം കൊള്ളും. 10 ലിറ്റർ വെള്ളം കൊള്ളുമതി? 10 ലിറ്റർ വെള്ളവും സെറ്റ് ആവുന്നുണ്ട്. ഒരു ദിവസം ഇതിനകത്ത് 2 ട്രിപ്പ് നമ്മൾ നിറയ്ക്കുന്നുണ്ട്. 2 ട്രിപ്പ് നിറയ്ക്കുന്നുണ്ട്. അത് നമ്മൾ കിണറ്റിൽ കോരിക്കൊണ്ടുവന്ന വെള്ളം ഒഴിക്കുന്നത്. അത് ആരാ മത്സരം ഉണ്ടോ അതിനൊരു ആട്ടോ സ്റ്റാൻഡ്? വെള്ളം തീരുന്നതിനനുസരിച്ച് ഇവിടെ കിടക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേ എടുത്ത് നിറച്ച് തൊട്ടടുത്ത് കിണറ്റിൽ കോരിക്കൊണ്ടുവരും. കിണറ്റിലെ വെള്ളമാണ്. രാത്രിയിലും ഇത് ഇവിടെ വെച്ചേക്കത്തേ ഉള്ളൂ? ഇല്ല, രാത്രി നമ്മളൊരു ഇവിടെ 12 മണി വരെ നമ്മളിവിടെ ഉണ്ട്. രാത്രി കഴിഞ്ഞിട്ട് നമ്മൾ കട വെച്ചിട്ടാ പോകുന്നത്. പോയി കഴിഞ്ഞാൽ രാവിലെ തന്നെ എടുത്തോളൂ. ഇവിടെയൊക്കെ ഈ നിൽക്കുന്ന സ്ഥലത്ത് ആരെങ്കിലും വന്ന് ഇവിടെ വെള്ളം ഉണ്ടോ കുടിക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കുമോ ആൾക്കാർ? ഇവിടെ ഈ ഒരു ബെഞ്ച് ടേക്കുന്നിടത്താണ് ആൾക്കാർ വന്നിട്ട് ബസ് കയറുന്നത്. കാണിച്ചു കൊടുക്കും. അങ്ങനെ അതൊരു നമുക്കൊരു സന്തോഷമാണ്. നിങ്ങൾ സൂക്ഷിക്കും വെള്ളം കൊടുക്കുന്നു. മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാം ഇവിടെ വന്ന വെള്ളം കാണും. എപ്പോഴും ഒട്ടേക്കും. ഇതെന്ത് സംഭവം? ഇതാണ് പുതിയൊരു സംഭവം. ഇത് പൂവറ്റൂരാണ്. അതിമേലെ ആട്ടോറിക്ഷയാണ്. അതാണ് ഇവിടുത്തെ ആട്ടോറിക്ഷക്കാർ. നല്ല മധുരമുള്ള വെള്ളം. ഈ ചൂട് സമയത്ത് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല രസം. അവരുടെ മനസ്സ് പോലാണ് ഇതിൽ നിന്ന് വരുന്ന ഈ വെള്ളത്തിൻ്റെ മധുരം. അതാണ് നല്ല മനസ്സുള്ള നല്ല ആട്ടോ ചേട്ടന്മാരുള്ള നമ്മുടെ പൂവറ്റൂർ പുത്തുമുക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. കുമ്പച്ചൂടിൽ ആശ്വാസമായി നല്ല തണലും നല്ല ഒരാശ്വാസം കിട്ടിയുള്ള നമസ്കാരമുണ്ട്. നീതിമുന്നെയാണ് നിൽക്കുന്നത്. പുത്തൂർമുക്കിലാണ്. അതായത് പുത്തൂർന്ന് വന്നിറങ്ങുന്ന ഈ ഒരു ജംഗ്ഷൻ, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല മനസ്സുള്ള കുറച്ച് ആട്ടോറിക്ഷക്കാരെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. പറ്റുന്നില്ല. എന്താണ് പേര്? രജിലാലിനെ തിരക്കിയാണ്. അതായത് ഞങ്ങൾ ഈ ഓട്ടോ സ്റ്റാൻഡിൽ ഒരു സംഭവം ഉണ്ടെന്നറിഞ്ഞ് അങ്ങനെ വന്നതാണ്. കുടിവെള്ളം കൊടുക്കുന്ന ഒരു പദ്ധതി ആട്ടോറിക്ഷക്കാരെല്ലാം കൂടെ ചെയ്യുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഉള്ള ആട്ടോറിക്ഷക്കാർ നല്ല മനസ്സിന് ഉടമകളാണെന്ന് പറയുന്നത്. എല്ലായിടത്തും നമ്മൾ വാർത്തകളിലും മറ്റും കണ്ടിട്ടുണ്ട് ആട്ടോറിക്ഷക്കാര് എല്ലായിടത്തും ഹീറോകളാണ്. അതേപോലെ ഈ പ്രാവശ്യം ഓട്ടോറിക്ഷക്കാര് വളരെ നല്ല മനസ്സിന് ഉടമകളാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഈ വരുന്ന സ്കൂൾ തുറപ്പിന് ഏകദേശം എത്രയോളം കുട്ടികളുണ്ടാവും ആ സ്കൂളിൽ? 60ഓളം കുട്ടികളുള്ള ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂളാണ്. അതായത് സാധാരണക്കാര് തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. അത് നല്ല മനസ്സുള്ള ഈ ഓട്ടോറിക്ഷക്കാർക്കറിയാം. അത് മനസ്സിലാക്കി അവർ ഈ ജൂൺ 1 സ്കൂൾ തുറപ്പാണ്. എല്ലാവർക്കും അറിയാം. എല്ലാ വീട്ടുകാരും എല്ലാം വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്നതാണ്. ഒരു ബാഗിന് ഏകദേശം നമ്മളൊരു കടയിൽ ചെന്ന് വില ചോദിച്ചാൽ ഏകദേശം 900 രൂപ നല്ലൊരു ബാഗ് വേണമെങ്കിൽ വേണം. അങ്ങനെയോളമുള്ള 60ഓളം കുട്ടികൾക്ക് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളെല്ലാം കൂടെ ബാഗും ബുക്കും എല്ലാം വിതരണം ചെയ്യുകയാണ്. അതാണ് സാധാരണക്കാരന്റെ മനസ്സറിഞ്ഞ് സാധാരണ കുട്ടികൾക്ക് ഓട്ടോറിക്ഷക്കാരെന്ന് പറയുന്നതും സാധാരണക്കാരാണ്. അതും നമുക്കറിയാം. പക്ഷെ അവർ ചെയ്യുന്ന ഈ ഒരു നല്ല മനസ്സിന് ഉടമകളാണ് ഈ പുത്തൂർമുക്കിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. അവർ ഈ സ്കൂൾ തുറപ്പിന് എല്ലാ കുട്ടികൾക്കും ബാഗ് അങ്ങനെയൊക്കെ ഉള്ള കൊടുക്കുക. എന്താണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്? കാരണം ഇപ്പം എല്ലാവരും പ്രൈവറ്റ് സ്കൂളിലോട്ടൊക്കെയാണ് കുട്ടികളെല്ലാം പോകുന്നത്. ഗവൺമെന്റ് സ്കൂളിലൊന്നും ആരും അങ്ങനെ ചേർക്കാറില്ല.
ഈ വരുന്ന പ്രൈവറ്റ് സ്കൂളിൽ എല്ലാവരും പറയുന്നുണ്ട് ബാഗ് ബുക്ക് മറ്റേ എല്ലാം തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മുടെ ഈ കിട്ടിയിട്ടുള്ള ഈ ഒരു സ്കൂളിലേക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള ഇതാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ സ്കൂളിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എന്തായാലും ഇവിടെ ഇദ്ദേഹം മാത്രമല്ല, ഈ കൂട്ടത്തിലുള്ള ഓട്ടോറിക്ഷക്കാരെല്ലാം ചേട്ടാ ഇങ്ങ് വാ. എന്താണ് നിങ്ങളെല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ലേ? എന്താ പറയുന്നത്? നല്ലൊരു കാര്യമാണ്, നല്ലൊരു കാര്യം ചെയ്യുന്നതിന്റെ ഒരു സംതൃപ്തിയിലാണ്. ഇപ്പഴേ പൈസയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സ്വരൂപിക്കുന്നത്? എല്ലാവരും പിരിവട്ടെ. ഒരു ദിവസം എത്ര രൂപയുടെ ഓട്ടോ കിട്ടും നമുക്ക്? ഓട്ടോ കുറവാണ്. നമ്മളൊന്ന് ഓടിയ ഉള്ള വരുമാനം കൊടുക്കുക. അതാണ് ഓട്ടം മോശമാണ്, ഓട്ടം മോശമാണ്. അപ്പുറം പറയാം നമ്മൾ ചെയ്യാൻ 100% ചെയ്യാനുള്ള പറഞ്ഞ ചെല്ലു പറഞ്ഞ ശരിയാണ്. സ്കൂളിലേക്കുള്ള കാര്യം പറഞ്ഞാൽ എന്നാലും ഞങ്ങൾ എത്തിയത് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഒരു ഓട്ടോറിക്ഷയുടെ രൂപത്തിൽ ഒരു വെള്ളമൊക്കെ വെച്ചേക്കുന്ന കണ്ടാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇവര് നല്ല മനസ്സിന്റെ ഉടമകളായ ഈ ആട്ടോ ചേട്ടന്മാരെ കിട്ടിയത്. ഞങ്ങൾക്ക് മാത്രം കുടിക്കാൻ വേണ്ടി വെള്ളം ആട്ടോ ഒന്നല്ല. സ്റ്റാൻഡിലുള്ളവർക്കും ഈ നാട്ടുകാർക്കും എല്ലാം നല്ല ഉപകാരം ചെയ്യുന്ന ഈ ചേട്ടന്മാരെ കണ്ടത് നമ്മൾ വലിയ ഉപകാരമായിട്ട് കാണുന്നു. അതേപോലെ തന്നെ ഈ സ്കൂൾ തുറപ്പിന് അവര് വലിയ ഉത്സാഹത്തിലാണ്, മത്സരിച്ച് ഓടുവാണ്. അതിൽ നിന്നൊക്കെ പൈസ സ്വരൂപിച്ച് വെച്ച് ഇപ്പോഴും സ്വരൂപിച്ച് വെക്കുകയാണ് അല്ലേ? ബുക്കും പുസ്തകമൊക്കെ മേടിക്കാൻ. സാധാരണക്കാരനല്ലേ? വീട്ടിൽ പ്രാരാബ്ദം, അവരവരെ കുട്ടികളെ അയക്കാൻ അവർ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് ഇത് ഇവിടെ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന 60ഓളം കുട്ടികൾക്ക് ബുക്കും ബാഗും ഒക്കെ കൊടുക്കുന്നതെന്ന് അറിഞ്ഞത്. എന്തായാലും നല്ല മനസ്സിനുമായ ഉടമകളായ ഓട്ടോറിക്ഷക്കാർക്ക് ഇനി നിറയെ ഓട്ടം കിട്ടട്ടെ. അതേപോലെ നമ്മുടെ ആരെങ്കിലും പ്രേക്ഷകരും കാണുന്നുണ്ടെങ്കിൽ ഈ പൂവറ്റൂർ പുത്തുമുക്കിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഒരു ഓട്ടം കൊടുക്കുക. അവരതിൽ നിന്ന് കിട്ടുന്നതിൽ നിന്ന് ഒരു വീതം നല്ല കാര്യം ചെയ്യുവാൻ മാറ്റുന്നുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക.